ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എനിക്ക് ചെറിയ തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് കിരണിൻ്റെയും കല്യാണിയുടെയും ഇന്നത്തെ ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ മനോഹർ വന്ദനയോട് കല്യാണിയെക്കുറിച്ച് ഒരു പെരുന്നോട് അങ്ങ് കെട്ടിച്ചമച്ച് പറയുകയാണ്. അതെ, നിനക്കറിയാവോ മോളെ, ഈ കല്യാണി കുറെ വർഷങ്ങൾക്ക് മുന്നേ സംസാരിക്കില്ലായിരുന്നു. അവള് ജന്മന സംസാരശേഷി ഇല്ലാത്തൊരു കുട്ടിയായിരുന്നു. അതിനുശേഷം എനിക്ക് അവളെ കണ്ടതും അവളോടൊരു സഹതാപവും ഒരു പാവത്തും ഒക്കെ തോന്നി. പക്ഷെ അവളാണെങ്കിലോ ഇതെല്ലാം മുതലാക്കിക്കൊണ്ട് ഞാൻ അവളെ പ്രേമിക്കുകയാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവള് ശരിക്കും എൻ്റെ പിന്നാലെ നടക്കുക ചെയ്തതെന്ന് മനു പറയുക. ഇത് കേട്ടതും വന്ദനയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇവൻ എന്തൊക്കെയാ ഈ പറഞ്ഞുണ്ടാക്കുന്നത്, വൃത്തികെട്ടവൻ. അതും കല്യാണി ചേച്ചിയെ കുറിച്ചിട്ടാണല്ലോ പറഞ്ഞുണ്ടാക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ദേഷ്യത്തിൽ നമ്മുടെ വന്ദന അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പൊ ഈ സമയമാണെങ്കിലും മനു പറഞ്ഞു, അതെ, ഞാൻ പിന്നാമ്പറം വഴി ഇറങ്ങി ഓടിയത് അതിനൊരു കാരണമുണ്ട് മോളെ. ഈ കല്യാണി വിവാഹം കഴിഞ്ഞു, അവൾക്കൊരു കുഞ്ഞുമുണ്ട്. എന്നാലും അവൾക്ക് എന്നെ കാണുമ്പോൾ എന്തോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവളെ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചാലോ എന്ന് ആലോചിച്ചു. അതുകൊണ്ടാണ് ഞാൻ പിന്നാമ്പറം വഴി ഇറങ്ങി പോകുന്നത്. എന്തായാലും മോൾ അവരെയൊന്നും കണ്ട് സംസാരിച്ചില്ലല്ലോ. ഓ ഭാഗ്യം, മോളെ പോലെയുള്ളൊരു സുന്ദരി കുട്ടിയെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വന്ദനയെ നല്ലതുപോലെ സോപ്പിട്ട് പതപ്പിച്ച് നിർത്തുകയാണ് നമ്മുടെ മനോഹർ. അങ്ങനെ ഈ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലോ രാഹുലും അതുപോലെ പ്രകാശനും വിക്രവും ഒക്കെ കൂടെ ഇരുന്ന് ഭയങ്കര ചർച്ചയാ. നമ്മുടെ കിരണിനെ കൊല്ലാനായിട്ടുള്ള കാര്യങ്ങളാണ് ഇവരുടെ ചർച്ചയിലുള്ളത്. അപ്പം ഗുണ്ട പോയി കിരൺ പോകുന്ന ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് പ്രകാശ നിന്റെ മോള് വിധവയാകുമെന്നും പറഞ്ഞത് കേൾക്കുമ്പോൾ പ്രകാശന് തീരെ അതങ്ങ് രസിച്ചില്ല കേട്ടോ. പ്രകാശൻ പറയുന്നുണ്ട്, നീ എന്തിനാ രാഹുലെ എൻ്റെ മോളാണ് അവളെന്ന് പറയുന്നത്? എനിക്കാണ് അവളെ കണ്ണിന് കണ്ടുകൂടാ. ഇത്രയും ഞാൻ ഈ ഭൂമിയിൽ വെറുക്കുന്ന മറ്റൊരുത്തി ഉണ്ടാകില്ല എന്നൊക്കെ കൂടി പ്രകാശൻ പറയുക. കിരണും അതുപോലെ കല്യാണിയും സന്തോഷമായിട്ട് ജീവിക്കുന്നത് ഇവർക്കാർക്കും ദഹിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ വിക്രം പറഞ്ഞു, എൻ്റെ അങ്കിളിൻ്റെ പ്ലാനിങ് ഒക്കെ നടന്നിട്ട് പറഞ്ഞാൽ മതി. എന്തായാലും അത് നടന്നു കഴിഞ്ഞ് മാത്രമേ അത് നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിക്കാതെ പോയതല്ലേ, അറിയാലോ. ചുമ്മാ വലിഞ്ഞു കയറി ചെന്ന് കാരണത്തടി കൊണ്ടാ തിരിച്ചു പോകുന്നത്. എന്തായാലും അങ്കിൾ അതുകൂടി ഒന്ന് ആലോചിച്ച് പെരുമാറിയാൽ നല്ലതായിരിക്കും എന്ന് വിക്രം പറഞ്ഞതും, ഇല്ലടാ, ഇത്തവണ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഈ മുരുകൻ എന്ന് പറയുന്നവനെ കാര്യം സാധിച്ചിരിക്കും. അല്ലേ, നീയൊക്കെ കണ്ടോ, ഇന്നത്തോടു കൂടി കിരണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്നൊക്കെ പറഞ്ഞ് ആശ നല്ല സന്തോഷത്തിലിരിക്കുക. പിന്നീട് നമ്മുടെ വന്ദനയാണെങ്കിലോ മനോഹറിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട് വീണ്ടും നമ്മുടെ കല്യാണിയും നിതയും ജുബാനിയും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്ന ആ റെസ്റ്റോറൻറ്റിലേക്ക് എത്തുക. അവിടെ എത്തിയതും നമ്മുടെ കല്യാണിയാണെങ്കിൽ അവിടെ അത് സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ബോയുടെ അടുത്ത് പറഞ്ഞു, അതെ, ഞങ്ങൾ ഇങ്ങനെ ഇവിടെ മീറ്റ് ചെയ്തതും ഈവൻ ആണ് പെണ്ണായതാണ് എന്നുള്ള കാര്യമൊന്നും മോനെ നീ ആരോടും പറയരുത്. ഇല്ല ചേച്ചി, ഒരുത്തനെ പൂട്ടാൻ വേണ്ടിയിട്ടല്ലേ അവൻ ഇവിടെ പല പെമ്പിള്ളേരുമായിട്ടും വന്ന് ഞാൻ അവനെ കണ്ടിട്ടുള്ളതാ. അവനൊരു വൃത്തികെട്ടവനാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ആ പല പെമ്പിള്ളേരെന്ന് പറഞ്ഞതിൽ ഞങ്ങൾ എല്ലാവരും ഇല്ലേ എന്നുകൂടി ജുബാനയും നിതയും ഒക്കെ പറയാണ്. അപ്പം അല്ല, അവൻ എന്താ നിന്നോട് കളവ് പറഞ്ഞത്? അവൻ എന്തിനാ പിന്നാമ്പറം വഴി പോയതെന്ന് കല്യാണി ചോദിക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ വന്ദന പറഞ്ഞു, ചേച്ചി അവൻ്റെ പിന്നാലെ ചേച്ചി നടന്നതാണെന്നും ചേച്ചിയാണെങ്കിൽ അവൻ്റെ പിന്നാലെ നടന്നത് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അവൻ ആ ഒരു ലൈഫിൽ നിന്ന് രക്ഷപ്പെട്ടതാണെന്നും ഒക്കെയാ എന്നോട് പറഞ്ഞത്. എൻ്റെ പൊന്നോ, ഇത് ഭയങ്കര ഒരു കോമഡിയാണല്ലോ. അവനെ പോലെയുള്ള ഒരുത്തൻ എന്തായാലും പെൺപിള്ളേരുടെ സമ്പത്തും അതുപോലെ അവരുടെ സൗന്ദര്യമൊക്കെ കണ്ട് അവരുടെ പിന്നാലെ പോകുന്നതാ. അല്ലാതെ ഒരിക്കലും ഒന്നിനും കൊള്ളാത്ത ഒരു പെണ്ണിൻ്റെ പിന്നാലെയും അവൻ പോകില്ല എന്ന് കൂടി നമ്മുടെ നിഷ പറയുക. അത് ശരി തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ഇവർ വലിയ സന്തോഷത്തിലിരുന്ന് മനോഹറിന് കിട്ടാൻ പോകുന്ന ആ ഒരു ശിക്ഷകളെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ കിരണിനെയാണ് കേട്ടോ. കിരൺ നേരെ വർക്കിംഗ് സൈറ്റിൽ എത്തുകയാണ്. അപ്പോൾ അവിടെ ചെന്നതും പുറത്തെങ്ങും ആരും കാണുന്നില്ല. ഒരുപാട് ജോലിക്കാരൊക്കെ ഉണ്ടല്ലോ.
അവരാരെയും കാണാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കിരൺ അകത്തേക്ക് കയറി നോക്കുക. അപ്പം അതാ തൻ്റെ പണി എടുക്കുന്ന ചേട്ടന്മാരൊക്കെ എന്തോ അപകടം സംഭവിച്ചതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുക. കിരൺ ഓടിച്ചെന്നിട്ട് ചോദിച്ചു, എന്താ ചേട്ടാ, എന്താ സംഭവിച്ചത്? എൻ്റെ സാറേ, എനിക്ക് അറിയത്തില്ല. ആരൊക്കെയോ 3-4 പേര് ചേർന്ന് ഞങ്ങളെ അടിച്ചു വീഴ്ത്തിയതാണെന്ന് അതിലൊരു തൊഴിലാളി പറയുമ്പോൾ കിരണിന് കാര്യം മനസ്സിലായി. ഇവിടെ അപകടം പതിയിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ കിരൺ വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും കിരണിന്റെ പിന്നിൽ നിന്നും അവന്മാരൊക്കെ കൂടെ വന്ന് ആക്രമിക്കുക. അങ്ങനെ നമ്മുടെ രാഹുൽ ഏർപ്പാടാക്കിയ ആ ഗുണ്ട വന്നിട്ട് കിരണിനെ പഞ്ഞിക്കിടാൻ തുടങ്ങുമ്പോഴത്തേക്കിനും കിരണ് നല്ലതുപോലെ തന്നെ ഫൈറ്റ് ചെയ്ത് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടിയും അതുപോലെ ഇവന്മാരൊക്കെ കൂടി പിടിച്ചു വെച്ച് നമ്മുടെ കിരണിനെ കൊല്ലുമെന്നുള്ള അവസ്ഥ വരുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ദൈവദൂതനെ പോലെ അയാൾ എത്തുന്നത്. ജെറി ജോൺ എന്നാണ് ആളുടെ പേര്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാർത്തികയുടെ സഹോദരനായിട്ടുള്ള ഗംഗാപ്രസാദാണ് അവിടെ പേര് മാറ്റിയൊക്കെ വന്നിട്ടുള്ളത്. അങ്ങനെ ആള് വന്ന് നമ്മുടെ കിരണിനെ രക്ഷപ്പെടുത്തുകയാണ്. അപ്പൊ കിരണും അതുപോലെ പിന്നീട് ആ ഗംഗാപ്രസാദും കൂടി ചേർന്ന് രാഹുൽ അയച്ച ഗുണ്ടകളെയൊക്കെ കയ്യേറ്റം ചെയ്ത് അവരെയൊക്കെ അടിച്ചൊതുക്കി വിടുന്നുമുണ്ട്. അതിനുശേഷം ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ, ഞാൻ ജെറി ജോണാണെന്നും പറഞ്ഞ് നമ്മുടെ കിരണിന് ഇയാൾ കൈ കൊടുക്കുന്ന സമയത്ത് പിന്നിൽ നിന്നും ഒരുത്തൻ വന്ന് നമ്മുടെ കിരണിന്റെ തലയ്ക്ക് അടിക്കുകയാണ്. അങ്ങനെ ആ അടിയിൽ കിരണിന്റെ ബോധം പോവുകയും ഗംഗാപ്രസാദ് നമ്മുടെ കിരണിനെ എടുത്ത് ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ കല്യാണി ഇതൊന്നും അറിയുന്നേ ഇല്ല. ഹരിയേട്ടൻ നമ്മുടെ കല്യാണിയെ വിളിക്കുക, മോളെ കല്യാണി, എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ ഒന്ന് കാണണമല്ലോ. പറയ് ഹരിയേട്ടാന്ന് പറഞ്ഞ് കല്യാണി അങ്ങോട്ട് ചെല്ലുക. അവിടെ ചെന്നതും മോളെ, കിരണിന് ചെറിയൊരു അപകടം സംഭവിച്ചു, കിരൺ ഇപ്പൊ ആശുപത്രിയിലാണ് ഉള്ളതെന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ കല്യാണി തകർന്നു പോവുക. അവള് സ്വപ്നത്തിലാണെങ്കിലും അല്ലാതെയൊക്കെ അവൾക്ക് ചെറിയൊരു ഭയം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ മനസ്സിൽ കരുതിയതുപോലെ തന്നെ അങ്ങനെ ഒരു അപകടം തൻ്റെ ഭർത്താവിന് സംഭവിച്ചത് അറിയുമ്പോൾ ശരിക്കും നമ്മുടെ കല്യാണിക്ക് നല്ല വിഷമമായിട്ടോ. അവൾ അവിടെ നിന്നും ഹരിയേട്ടനെ കൂട്ടിയിട്ട് ആശുപത്രിയിലേക്ക് എത്തുക. അവിടെ വന്ന് നിൽക്കുമ്പോഴാണ് ഗംഗാപ്രസാദ് അയാൾ ആ ഒരു ICU റൂമിന് വെളിയിൽ നിൽക്കുന്നത്. ഓടിപ്പാഞ്ഞ് എന്ന കല്യാണിയുടെ അടുത്ത് താൻ കല്യാണിയാണോ എന്ന് അയാൾ ചോദിക്കുക. അതെ, ഞാൻ കല്യാണിയാ. ഞാനാണ് കിരണിനെ ആശുപത്രിയിൽ എത്തിച്ചത്. എന്താ സംഭവിച്ചതെന്ന് കല്യാണി ചോദിക്കുന്ന സമയത്ത് ഞാനേ ഒരു ബിസിനസ്സുകാരനാണെന്നും ചെന്നൈയാണ് എൻ്റെ സ്വദേശമെന്നും അപ്പം കേരളത്തിൽ ഞാനിവിടെ 10-20 സെന്റ് സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ടെന്നും അവിടെ ഒരു വീട് വെക്കുന്നതിൻ്റെ ആവശ്യത്തിന് നിങ്ങളുടെ കമ്പനിയെ സമീപിക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പം നിങ്ങൾ ചെയ്ത വർക്കുകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വർക്കിംഗ് സൈറ്റിൽ എത്തിയത്. എന്തായാലും ഞാൻ അവിടെ വന്നതുകൊണ്ട് കിരണ് ഇങ്ങനെ ഒരു അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. എൻ്റെ കിരണേട്ടൻ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ച് കല്യാണിയാണെങ്കിൽ നിലവിളി തുടങ്ങുക. ഈ സമയം ഹരിയേട്ടനും അതുപോലെ ഗംഗാപ്രസാദും കൂടി ചേർന്ന് നമ്മുടെ കല്യാണിയെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും ഈശ്വരനായിട്ടാണ് നിങ്ങൾ അവിടെ എത്തിച്ചത്. അതെ, എനിക്ക് 1-2 മീറ്റിങ്ങുകൾ കൂടിയുണ്ട്. സാറിന്റെ പേരെന്താണെന്ന് പറഞ്ഞില്ലല്ലോ. എൻ്റെ പേര് ജെറി ജോണാണെന്ന് പറഞ്ഞ് കല്യാണിയോട് യാത്രയും പറഞ്ഞ് പുള്ളിക്കാരൻ അവിടെ നിന്ന് പോവുക. ഈ സമയമാണെങ്കിലോ എന്തായാലും അയാളെ ഈശ്വരനായിട്ടാണ് അവിടെ എത്തിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ കിരണേട്ടൻ്റെ കാര്യത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോയേനെ. നമ്മൾ ഭയപ്പെടുന്നത് പോലെ ഒന്നും സംഭവിച്ചില്ലല്ലോ മോളെ എന്ന് പറഞ്ഞ് ഹരിയേട്ടൻ കല്യാണിയെ ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ നമ്മുടെ ജെറിയായിട്ട് വന്നിരിക്കുന്ന ഗംഗാപ്രസാദ് ആശുപത്രിയുടെ വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നതും നമ്മുടെ കാർത്തിക ഒരു കാറിൽ വന്ന് ഇറങ്ങുക. കാർത്തികയെ കണ്ടതും അയാൾ അവിടെ മറഞ്ഞു നിൽക്കുന്നു. പിന്നീട് കാർത്തിക ആശുപത്രിയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇയാള് ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടി ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്തു വെച്ച് അങ്ങനെ സ്റ്റൈലിൽ നടന്നു പോകുന്നത് കാണിക്കുക. എന്തായാലും ആള് തേടി വന്ന വ്യക്തിയെ പുള്ളിക്കാരൻ കണ്ടുമുട്ടിയിരിക്കുന്നു. ആ ഒരു സന്തോഷമാണ് അവൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് വീക്ക് പ്രൊമോ വിശേഷമായിട്ട് വൈകുന്നേരം വരാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. എൻ്റെ സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് 2 ദിവസമൊക്കെ നമ്മൾ വീഡിയോ ഇടാതിരുന്നതും. സോ എല്ലാവരും ഒന്ന് സഹകരിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്